അതുപോലെ തന്നെ ഈ സിനിമയുടെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിലെ പുഷ്പ ഫസ്റ്റിനെ അപേക്ഷിച്ച് വളരെ ശോകം തന്നെയാണ്. കാരണം മച്ചാനെ എന്ത് പറ്റി എന്ന് നമ്മൾ ചോദിച്ചു പോകും. വെൽക്കം ബാക്ക് ട്രാവൻകൂർ സിനിമാസ്. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ന് പറയാൻ പോകുന്നത് പുഷ്പ 2 ഇപ്പോൾ തിയേറ്ററിൽ റിലീസ് ആയിട്ടുണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഒരു എൻഗേജ് ആയിട്ട് തന്നെ പോകുന്ന ഒരു മൂവിയാണ്. പക്ഷെ ഒരിക്കലും പുഷ്പ ഫസ്റ്റ് കണ്ട നമ്മൾ പുഷ്പ 2 കാണുമ്പോൾ ആ ഒരു ഫീൽ കിട്ടും എന്ന് വിചാരിച്ചു ഒരിക്കലും ഈ ഒരു സിനിമ കാണാൻ നമ്മൾ തിയേറ്ററിൽ പോകരുത്. കാരണം ഈ ഒരു സിനിമ ഒരുപാട് ലാഗാണ്. ഈ ഒരു സിനിമ എടുത്ത ഡയറക്ടറോട് ഒരേ ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ എന്തിനായിരുന്നു ഈ ഒരു സിനിമ നിങ്ങൾ എടുത്തത്? ഇനി 2 പോരാഞ്ഞിട്ട് ഇനി പുഷ്പ 3 കൂടി ഉണ്ടെന്നാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇതും കൂടെ താങ്ങാനുള്ള കെൽപ്പ് പ്രേക്ഷകർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സംശയമാണ്. ഇത് തന്നെ ആ പുഷ്പ ഫസ്റ്റ് സിനിമയുടെ പേരെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ പുഷ്പയുമായിട്ടൊന്നും നമുക്ക് ഒരിക്കലും ഈ ഒരു 2 പാർട്ടിനെ കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റുന്നില്ല. പിന്നെ ഈ ഒരു സിനിമയെ സമീപിക്കാൻ താല്പര്യമുള്ള പ്രേക്ഷകർക്ക് നമ്മൾ തെലുങ്ക് സിനിമയൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും. നമ്മൾ എല്ലാ പോരായ്മകളും ഉൾക്കൊണ്ട് ഈ ഒരു സിനിമ നമ്മൾ കാണും. അത്രേ ഉള്ളൂ. ഈ ഒരു സിനിമയെ സമീപിച്ചാൽ എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ആവറേജ് മൂവി ആയിട്ട് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഒരിക്കലും ഇത് പുഷ്പയുടെ മേലിലോ നിൽക്കുന്നില്ല, കീഴിൽ നിൽക്കുന്നില്ല. ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മലാഘട്ട് തെലുങ്ക് ആക്ഷൻ മൂവി ആയിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ്. ഈ ഒരു സിനിമ നിങ്ങൾ ഇതുവരെയും കാണാത്തവരാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി ഒരു പ്രാവശ്യം ഈ ഒരു സിനിമ ഒന്ന് വാച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.